സർവാശ്വാസത്തിൻ്റെ ഉറവിടമാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഞാനിന്ന് ഇവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ദ നേച്ചർ ഓഫ് സ്പിരിച്വൽ മാൻ, ഒരു ആത്മമനുഷ്യൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് അല്പസമയം ഇവിടെ പങ്കുവയ്പ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആത്മമനുഷ്യൻ എപ്പോഴും സ്വയം കാണുന്നവനും സ്വയം ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് ദൈവാനുഗ്രഹത്തിനായി ജീവിക്കുന്നവനും ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 24-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അതെ, ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി ദൈവസന്നിധിയിൽ വിശ്വസ്തരും നിഷ്കളങ്കരും സത്യമുള്ളവരുമായി ജീവിപ്പാൻ ശ്രമിക്കുന്ന ചിന്താഗതി, അല്ലെങ്കിൽ സ്വയം കാണുന്ന ചിന്താഗതി. അപ്പോൾ സ്പിരിച്വൽ മാൻ, ആത്മമനുഷ്യൻ്റെ സ്വഭാവം ഒന്ന്, തന്നെ തന്നെ കാണുക. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, ദൈവത്തെ നോക്കുന്നവൻ തന്നെ തന്നെ നോക്കുവാൻ മടിയുള്ളവനായിരിക്കത്തില്ല. നമുക്കറിയാം, യെശയ്യാപ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാവ് തന്നെ തന്നെ കാണുകയും തൻ്റെ കുറവുകൾ ദൈവസന്നിധിയിൽ സമ്മതിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആത്മീകമായി താൻ സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച ചില ദർശനങ്ങൾ തന്നെ സ്വയം കാണുവാൻ പര്യാപ്തതയുള്ളതാക്കി മാറ്റുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയും ആത്മീക ജീവിതത്തിൽ ഒരു വിശിഷ്ട സ്വഭാവം നമ്മളിൽ നിലനിർത്തുകയും ദൈവഹിതപ്രകാരം ജീവിക്കുവാനായി നാം ഒരുങ്ങുകയും ചെയ്യണം. അതിന് നാം സ്വയം കാണുന്നവരും സ്വയം വിചിന്തനം ചെയ്യുന്നവരുമായി മാറേണ്ടിയിരിക്കുന്നു. പിന്നെയും ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ പ്രവൃത്തി കണ്ട അപ്പോസ്തലനാകുന്ന പത്രോസ് സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, വലിയൊരു പിന്മാറ്റത്തിൻ്റെ നടുവിൽ നിന്ന് യേശു ഇറങ്ങി വന്ന് വലിയൊരു അത്ഭുതം പത്രോസിൻ്റെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ സാഷ്ടാംഗം വീഴുവാൻ തയ്യാറാകുന്നു. അപ്പോൾ ഒന്ന്, ദർശനം കണ്ട യെശയ്യാവ് സ്വയം കാണുവാൻ തയ്യാറാകുന്നു. അത്ഭുതം കണ്ട പത്രോസ് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ തയ്യാറാകുന്നു. പിന്നെയും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, അപ്പോസ്തലപ്രവൃത്തി 24-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം കുറിവാക്യമായി നാം ഇവിടെ വായിക്കുമ്പോൾ, എ സ്പിരിച്വൽ മാൻ കീപ് ഹിസ് കോൺഷ്യൻസ് ക്ലിയർ ബിഫോർ ഗോഡ് ആൻഡ് ബിഫോർ മാൻ. 16-ാം വാക്യം, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഏത് ജീവിതത്തിൻ്റെ നിർണായക സാഹചര്യത്തിലും ദൈവത്തോട് കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി, നിർവ്യാജ വിശ്വാസമുള്ളവരായി, ദൈവസന്നിധിയിൽ ഭക്തിയും ധൈര്യവുമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ശ്രമിക്കുന്ന മനുഷ്യൻ. അതെ, അങ്ങനെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വിശുദ്ധി അലങ്കാരമായി ധരിപ്പാൻ മടിയുണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ, വിശുദ്ധി വാക്കുകളിലല്ല, വിശുദ്ധി ജീവിതത്തിലും പ്രവൃത്തിയിലും പ്രാവർത്തികമാക്കുന്ന സ്വഭാവം. വിശുദ്ധി ഇന്നത്തെ ലോകത്ത് നാം കാണുമ്പോൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ, ജീവിതത്തിൽ നിന്ന് വിശുദ്ധിയുടെ പരിണതഫലമായി ദൈവശക്തി പുറപ്പെടുവിക്കുന്ന സ്വഭാവം വെളിപ്പെടുത്തുവാൻ ഒരുവൻ തയ്യാറാകുന്നു. അതാണ് നാം മനസ്സിലാക്കുന്നത്, അവൻ തന്നെ തന്നെ കാണുകയാണ്.
പിന്നെയും 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യവും വായിക്കുമ്പോൾ ആത്മമനുഷ്യൻ എന്തു ചെയ്യുന്നു? അവൻ സ്വന്തമായി മരിപ്പിക്കുവാൻ, ഇൻവേർഡ്ലി ഡൈയിങ് എവറി ഡേ, സ്വന്തമായി മരിക്കുവാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ സ്വന്തമായി ഇല്ലായ്മ ചെയ്യുവാൻ തയ്യാറാകുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഭാവഭേദമോ ചിന്താഗതികളോ വളർച്ചകളോ അഭിവൃദ്ധിയോ എന്നതിനേക്കാളെല്ലാം ഉപരിയായി ദൈവഹിതത്തിനായി ആരാഞ്ഞറിഞ്ഞ് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുന്ന സ്വഭാവം. ഇങ്ങനെയാണ് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നത്. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവൻ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ത്യാഗോത്മകമാകുന്ന ഒരു ജീവിതത്തിലൂടെ യേശുവിനെ വെളിപ്പെടുത്തുവാൻ തയ്യാറാകുന്ന ഒരു വ്യത്യസ്തമാകുന്ന സ്വഭാവം എന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ ജീവിതത്തിൽ ശരീരത്തിൽ വെളിപ്പെടുത്തുവാൻ, യേശുവിൻ്റെ വേദനകളെ ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കുവാൻ മടി കൂടാതെ തൻ്റെ നാമനിമിത്തം കഷ്ടവും ഉപദ്രവവും പ്രയാസവും സഹിച്ച് ദൈവഹിതപ്രകാരം മുന്നേറുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ത്യാഗോത്മകമായി ദൈവസന്നിധിയിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ യേശുവിൻ്റെ ജീവൻ നിലനിർത്തേണ്ടതിന് യേശുവിൻ്റെ വേദനകളെ ദൈവസന്നിധിയിൽ വഹിച്ച് ജീവിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമകളായി നമുക്ക് മാറുവാൻ നാം തയ്യാറാകണം. അപ്പോൾ ആന്തരികമായി എപ്പോഴും മരണത്തോട്, യേശുവിൻ്റെ മരണത്തോട് താതാമ്യപ്പെടുത്തി ജീവിപ്പാൻ തക്കവണ്ണം സ്വയം ഒരുക്കമുള്ളവരായി ജീവിക്കുക. മാത്രമല്ല പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്, മനുഷ്യരുടെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ ക്ഷമ ചോദിക്കുവാൻ അല്ലെങ്കിൽ കുറ്റമേറ്റു പറയുവാൻ താല്പര്യമുള്ള മനസ്ഥിതി പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തി. ഇന്നത്തെ ആത്മിക ലോകത്തും ഭൗതിക ലോകത്തും അരിഷ്ടതകൾ, അനുസരണക്കേടുകൾ, ദൈവാശ്രയമില്ലായ്മ വർദ്ധിച്ചു വരുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ സ്വയം കാണുവാൻ, സ്വയം കുറ്റം സമ്മതിക്കുവാൻ, കുറ്റം ചെയ്താൽ അത് ഏറ്റുപറയുവാൻ, അതിൻ്റെ മുമ്പിൽ സമ്മതത്തോടെ നിൽക്കുന്ന ഒരു സ്വഭാവം. മാത്രമല്ല ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ആഗ്രഹമുള്ളൊരു ഹൃദയം. ദൈവത്തിൽ ഇങ്ങനെ കാണുന്നു. ദൈവത്തിൻ്റെ ദാസനാകുന്ന ശൗമേൻ, ദൈവമേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ, ആരും സഹായിക്കാൻ ഇല്ലാതെയാകുമ്പോൾ, കൂട്ടുകാർ കൈവിടുമ്പോൾ, സ്നേഹിതർ മാറിപ്പോകുമ്പോൾ, മാതാപിതാക്കളും ഒഴിഞ്ഞു മാറുമ്പോൾ, അതിൻ്റെ നടുവിലും ദൈവമേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്നുള്ള ആത്മിക ദൗത്യം ഏറ്റെടുത്ത് ഒരു വിശിഷ്ട ആത്മിക സ്വഭാവത്തിൻ്റെ ഉടമയായി ജീവിപ്പാൻ സർവശക്തനാകുന്ന ദൈവത്തെ എപ്പോഴും നോക്കിക്കണ്ടുകൊണ്ട് സ്വയം മരണത്തിന് അല്ലെങ്കിൽ മരിപ്പിപ്പാൻ തയ്യാറാകുവാൻ, അല്ലെങ്കിൽ ഇച്ഛകളെ, വികാരങ്ങളെ, ചിന്തകളെ, ആഗ്രഹങ്ങളെ ദൈവഹിതത്തിനായി മരിപ്പിക്കുവാൻ നാം തയ്യാറോടെ ജീവിക്കുന്നുവെങ്കിൽ ദൈവനാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാനിടവരും. സ്വർഗീയ പിതാവേ, നിന്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടത്തക്കവണ്ണം ജീവിതത്തിൻ്റെ പ്രവൃത്തികളിൽ, സാഹചര്യങ്ങളിൽ അങ്ങയുടെ ഹിതത്തിനനുസാരമായി ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപയും ശക്തിയും ഈ ദിവസങ്ങളിൽ നിന്റെ ജനത്തിന് വേണ്ടി പകരണമേ. അതിനുവേണ്ടി ജീവിതത്തിൽ വിട്ടൊഴിയേണ്ടതിനെ വിട്ടൊഴിഞ്ഞ് ദൈവിക ഭക്തിയിൽ, വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ ദൈവകൃപ പകരണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.